CJP എന്ന് പറയുന്ന മൂവ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ്. അതായത് കർഷക സമരത്തിൽ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കർഷക സമരത്തിൽ ഒരു യു ടേൺ മോദി ഗവൺമെന്റ് എടുത്തിരുന്നു. അതേ രീതിയിൽ ഒരു തവണ കൂടി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുന്നിൽ BJP ഗവൺമെന്റ് യു ടേൺ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും ഇനിയുള്ള നാളുകളിൽ BJPക്ക് മാത്രമല്ല ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും അവർക്ക് ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല. എന്താണെന്നല്ലേ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗവൺമെന്റിനെ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്. ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ എല്ലാ ആളുകളും ഒരു പാർട്ടിക്കായിരിക്കില്ല വോട്ട് ചെയ്യുന്നത്. ഇന്ത്യയെ പോലെ ധാരാളം പൊളിറ്റിക്കൽ പാർട്ടികളുള്ള ഒരു രാജ്യത്ത് അധികാരത്തിൽ കേവല ഭൂരിപക്ഷം നേടിയെത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് 35 മുതൽ 45% ഒരു വോട്ടിംഗ് ശതമാനമേ ഉണ്ടാവൂ. അതിനർത്ഥം ആകെ വോട്ട് ചെയ്ത ജനങ്ങളിൽ ഒരു 45 മുതൽ 55% പേരും ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായി വോട്ട് ചെയ്തവരോ മറ്റു പാർട്ടികൾക്ക്, പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്തവരോ ആണ്. ആ നിലയ്ക്ക് ഒരു പാർട്ടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു പ്രതിപക്ഷ പാർട്ടി വിചാരിച്ചാലും ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് പതിനായിരങ്ങളെ, വേണ്ടി വന്നാൽ ലക്ഷങ്ങളെ തെരുവിലിറക്കാനായിട്ട് കഴിയും. ഇപ്പൊ കേരളത്തില് ഇടതുപക്ഷമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളമൊട്ടാകെ DYFIയുടെയും SFIയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അംഗങ്ങളായിട്ടുള്ള ആളുകളെ തെരുവിലിറക്കാൻ അവർ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഭരണം സ്തംഭിച്ചു പോവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അവരുടെ മുഴുവൻ അണികളെയും തെരുവിലിറക്കി ഭരണകക്ഷിക്കെതിരെ സമരം ചെയ്യാണ്. മുഖ്യമന്ത്രിയും ഭരണകൂടവും രാജിവെക്കണം എന്ന് പറഞ്ഞ് രാജിവെക്കുന്നത് വരെ നമ്മൾ സമരം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവിലിറങ്ങി സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരം ഒട്ടാകെയും അല്ലെങ്കിൽ കേരളത്തിൽ ഒട്ടാകെയും ഭരണം സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റും. എന്നോടൊപ്പം നിങ്ങൾ ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമുക്കൊരു പാർട്ടീനെ ഭരിക്കാൻ വേണ്ടി നമ്മളെ കയറ്റി നിർത്തി. ഇപ്പോൾ ഭരണം എന്ന് പറഞ്ഞൊരു കാര്യത്തിനേക്കാളും കൂടുതൽ ഞാനൊരു കാര്യം ചോദിക്കാം. അതായത് നമ്മളൊരു പാർട്ടീനെ ജയിപ്പിക്കുന്നത് അതൊരിക്കലും അവരെ നമ്മളെ ഭരിക്കാനോ കാര്യങ്ങളല്ല. നമ്മുടേതായ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും, ഒരു സമൂഹത്തിന് സേവനം ചെയ്യും, അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു സർവീസ് ഉണ്ടാകും എന്നൊരു രീതിയിലേക്കാണ് നമ്മളൊരു പാർട്ടീനെ ജയിപ്പിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ കയറി വരികയും ചെയ്യുന്നത്. അപ്പം കയറി വരുന്ന പാർട്ടിക്ക് അവർക്ക് അവരുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അവരെ എന്തിനു കയറ്റി വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് കാര്യത്തിൻ്റെ അവരെ നിർത്തിയേക്കുന്നോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഓരോ മിനിസ്റ്റേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അതിനുള്ള കഴിവുണ്ടാവണം, അവർക്കത് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവണം, അത് മനസ്സിലാക്കാൻ. വിദ്യാഭ്യാസം അവർക്ക് ചിലപ്പം അവർ രാഷ്ട്രീയ മേഖലയിൽ വരുമ്പോഴത്തേക്കും ചിലപ്പം വിദ്യാഭ്യാസം അവരുടേതായ ഒരു മെയിൻ ഫോക്കസ് ആയിട്ട് വരും. ഞാൻ ആ ഒരു കാര്യങ്ങൾ യോജിക്കുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെന്നില്ല. എന്നാൽ ഇല്ലാത്തവരും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നവരൊക്കെയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ അതിനൊരു കഴിവാണ്, അതൊരു കഴിവായിട്ട് അതിനെ നടത്തിയെടുക്കാൻ, അത് പഠിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് എന്ത് നല്ലത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുമോ? അത് നോക്കാണ്ടാവുമ്പോഴത്തേക്കാണ് അതിന് വേണ്ടി ചെയ്യാണ്ടാവുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുവാണോ അതിന് വിരോധമായിട്ട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവിടും? അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ജനാധിപത്യത്തില് ബേസിക് ആയിട്ടുള്ള ഒരു മര്യാദ ഒരു പാർട്ടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ഭരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. കുറുക്കു വഴി തേടാതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് കുറുക്കു വഴി? അധികാരം നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ ഭരണകക്ഷിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് കാണുമ്പോൾ മറ്റു വഴികൾ കണ്ടുപിടിക്കുക. അതാണ് ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ നമ്മൾ കണ്ടത്. ആ രീതിയിൽ യുവാക്കളെ രംഗത്തിറക്കി അതിന്റെ പുറകിൽ നിന്ന് ചരട് വലിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്ന പലരും നമ്മുടെ രാജ്യത്ത്. ഇദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യത്തിനോട് നമ്മൾ എങ്ങനെ യോജിക്കുന്നു എനിക്ക് അറിയില്ല. കാരണം ഇതെങ്ങനെ ഇദ്ദേഹത്തിന് പറയാൻ പറ്റുന്നു? കാരണം ഏതൊരു രാജ്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്താണെങ്കിലും ഏതൊരു ഓപ്പോസിഷൻ പാർട്ടി ഉണ്ടെങ്കിലും അവർ സമരം ചെയ്യാണ്ടിരുന്നിട്ടില്ല. ഈ പറയുന്ന ഇപ്പോഴത്തെ ഭരണഘടനയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളായാലും ഇതിന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും അല്ലെങ്കിൽ ആളുകൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇതേ സെയിം രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിൽക്കുന്ന പാർട്ടികളെ സമാധാനത്തോടെ ഭരിക്കാൻ അനുവദിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പാർട്ടിയും സമാധാനമായിട്ട് ഭരിക്കാൻ പറ്റും. അതിനാരും എതിർത്തില്ല. അപ്പം ജനങ്ങൾക്ക് എതിരായിട്ട് ഭരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്കെതിരായിട്ട് നിൽക്കുകയും അവരുടെ ഉന്നമനതയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പകരം അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം മറ്റുള്ള അനേക കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാം. നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയോ, നിങ്ങൾ പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, എത്രയോ ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. എത്രയോ പൈസ അതിൻ്റെ പേരിൽ ഒരു വർഷം ഏകദേശം 10-15 ലക്ഷം കോടി രൂപ സർക്കാർ ഇവർക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. അപ്പം അത്രയും പൈസ മുടക്കിയ
ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അതെന്തോരം ഫ്രൂട്ട്ഫുള്ളാണ്, അതെന്തോരം കംപ്ലീറ്റ്ലി. ഇത്രയും പ്രൈവറ്റ് സ്കൂളുകൾ കയറി വരുന്നുണ്ട്. മെയിൻ റീസൺ എന്തോ, സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ വിട്ട് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനം ഉണ്ടാവില്ലെന്ന്. അപ്പം ഇത്രയും പൈസ മുടക്കി ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത്, അപ്പോൾ അതിന് പ്രയോജനം വരുത്തുന്ന രീതിയിൽ ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെതിരായിട്ട് നിൽക്കുമോ? അപ്പോൾ ഇതൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ എത്രയോ കാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ജനങ്ങളെതിരായിട്ട് നിൽക്കില്ല. ഇപ്പം ഏറ്റവും നല്ല എക്സാമ്പിളാണ് ടി വിക്ക് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയുടെ പാർട്ടി എത്രയോ നല്ല നല്ല കാര്യങ്ങൾ പുള്ളി ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ജനങ്ങൾ വീണ്ടും വീണ്ടും പുള്ളിയെ വിജയിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ നിൽക്കുകയാണ്. കൂടെ കാര്യങ്ങൾ, എതിർപ്പും കാര്യങ്ങളും വളരെ കുറവാണ് പുള്ളിക്ക് വരുന്നത്. ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് പുള്ളി എടുക്കുന്നുണ്ട്. ഏതെങ്കിലും അവരുടെ MLA-മാരോ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുവാണെങ്കിൽ ഉടനെ തന്നെ അതിനുവേണ്ടി ആക്ഷൻസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏതൊരു സർക്കാരോ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിക്കൊന്നും ഈ ഭരണത്തെ താഴെ ഇറക്കാൻ പറ്റില്ല. അപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിലേക്ക് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നേരും നെറിയില്ലാത്ത കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അതിനൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ജനങ്ങൾ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കലും ഇളകില്ല. നമുക്ക് മുന്നോട്ട് കേൾക്കാം ബാക്കി പറയുന്നത്. ഇന്നിപ്പോ പ്രധാനമന്ത്രിയുടെ വസതിയുടെ അടുത്ത് പോയിരുന്ന് സമരം ചെയ്യാണ്. അപ്പൊ എന്താണ് ഇവർ ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരു മന്ത്രിയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടണം അല്ലെങ്കിൽ രാജിവെപ്പിക്കണം. ഇങ്ങനെ ഇവരുടെ ഡിമാൻഡ് അനുസരിച്ച് ആ മന്ത്രിയെ രാജിവെപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നാളെ മറ്റേതെങ്കിലും ഒരു മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, അയാൾ എവിടെയോ പറഞ്ഞു പോയ ഒരു വാചകം, അല്ലെങ്കിൽ അയാൾക്കുണ്ടായ ഒരു ടങ് സ്ലിപ്പ്, അതല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു തീരുമാനം, ആ തീരുമാനം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഡിസിഷൻ, അതിനോട് കുറെ ആളുകൾക്ക് എതിർപ്പ് തോന്നുകയാണ്. ഉടനെ തന്നെ വീണ്ടും അവരെന്ത് ചെയ്യും? ഇതേപോലെ ഒരു കൂട്ടം ആളുകളെയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങും. ഇത് പിൻവലിക്കുന്നത് വരെ സമരം എന്ന് പറയും. ഇങ്ങനെ സമരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒടുവിൽ ഗവൺമെന്റ് ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു. ഒന്നുകിൽ ആ തീരുമാനം പിൻവലിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ മന്ത്രി രാജിവെക്കണമെന്നാണ് ഇവർ ഡിമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജിവെപ്പിക്കും. അങ്ങനെയാണ് ഒരു രാജ്യത്തെ ഭരണം മുന്നോട്ട് പോകുന്നെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നമ്മുടെ രാജ്യത്തിന് മുന്നേറാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ചൈന നമ്മളെക്കാൾ വളരെ ദൂരം മുന്നോട്ട് പോയത്, ഇന്ത്യ ചൈനയ്ക്കൊപ്പം എത്താത്തത് എന്ന് നമ്മൾ എപ്പോഴും ഇവിടെ ഡിസ്കസ് ചെയ്യും. ഭരിക്കുന്ന പാർട്ടികളെ ചുമ്മാ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ആര് ഭരണത്തിൽ കയറിയാലും ആ ഭരിക്കുന്ന പാർട്ടിയെ മര്യാദയ്ക്ക് ഭരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇദ്ദേഹം പറഞ്ഞ അടുത്ത കാര്യം, ഇപ്പം പ്രധാനമന്ത്രി വസതിക്ക് മുന്നേ പോയിട്ട് അവർ സമരം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ, അതിനിപ്പോൾ എന്നാ കുഴപ്പം? പുള്ളി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹം 1 കിലോ പഞ്ചസാര മേടിക്കാൻ വേണ്ടി പോയി. 1 കിലോ പഞ്ചസാര മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ വില അനുസരിച്ച് 40, 42 അങ്ങനെ പല റേഞ്ചായിട്ട് നിൽക്കുന്നുണ്ട് പലയിടത്തായിട്ട്. അറ്റ്ലീസ്റ്റ് 40 to 45 ഇടയ്ക്കാണ് നിൽക്കുന്നത്. നിങ്ങൾ പോയിട്ട് 100 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാര മേടിക്കുമോ? ഇല്ലല്ലോ. ആ 100 രൂപ കൊടുത്ത് എന്നിട്ട് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് പറയുകയാണ് നിങ്ങൾ 100 രൂപ 1 കിലോ പഞ്ചസാര മേടിച്ചു, 100 രൂപ കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ബാക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവർ പറയും ഇല്ല 100 രൂപയ്ക്കാണ് ഇപ്പോൾ 1 കിലോ പഞ്ചസാര. നിങ്ങൾ അവിടെ അന്നേരം എന്നാൽ പിന്നെ ആയിക്കോട്ടെ ചേട്ടാ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞിട്ടിട്ട് നിങ്ങൾ പോരുമോ? അതോ അവിടെ നിന്ന് 4 പേരെ കൂട്ടി അവരുടെ കടയുടെ മുന്നിൽ നിന്ന് ബഹളം ഉണ്ടാക്കി ഒന്നേ നിങ്ങൾ ആ പഞ്ചസാര അവിടെ തിരിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ എൻ്റെ ബാക്കിയുടെ പിടിക്കും. ഈ സെയിം കാര്യം തന്നെയാണ് പുള്ളിയുടെ ഫ്രണ്ടിൽ നടക്കുന്നത്. അപ്പം അവർ നടത്തേണ്ട ഇപ്പോൾ ഇത്രയും ദിവസം മുന്നേ നടന്നൊരു പ്രൊട്ടസ്റ്റ്, ആ പ്രൊട്ടസ്റ്റ് പുള്ളി അതിന് യാതൊരു രീതിയിൽ റെസ്പോണ്ടും ചെയ്തിട്ടില്ല, യാതൊരു കാര്യങ്ങളും കൺസിഡറേ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തു വരാം. അതിനെ വെറുതെ ഒമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം. അന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ ജനങ്ങൾ പറയുന്നൊരു കാര്യം, ഒരു 10 പേര് കൂടിക്കഴിഞ്ഞാൽ അവർ ഇവരുടെ ജനങ്ങൾ തന്നെയല്ലേ, വിദ്യാർത്ഥികൾ തന്നെയല്ലേ, അവർ ഇത്രയും പേര് കൂടിക്കഴിഞ്ഞ് അതും ചെറിയ സപ്പോർട്ടൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ അന്ന് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നത് അറൗണ്ട് 22 million ആണ് ആ ഇത്രയും ഒരാഴ്ചക്കുള്ളിലായത്. അപ്പോൾ അത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്യായിരുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യായിരുന്നു. എങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു. പിന്നെ ഒരു ഭരണകൂടത്തിലേക്ക് ഒരു മിനിസ്റ്ററെ കയറ്റിയിരുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അവരതിന് ചെയ്യാൻ യോഗ്യരല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചിറക്കണം, അവർ താഴെ ഇറങ്ങണം. അവരത് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതും ഒരു പ്രാവശ്യമല്ല ഇത്രയും പ്രാവശ്യം പുള്ളിയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് പുള്ളി മാത്രമല്ല മറ്റുള്ളവരെല്ലാവരും പേടിക്കണം. അപ്പം നമ്മളൊരു ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇവർ നമ്മുടെ കയ്യും കാലം പിടിച്ച് വന്ന് തൊഴുതുകയും കാര്യങ്ങളും എല്ലാം വീടുകളിൽ കൂടെ കയറി ഇറങ്ങുകയും പിള്ളേരെ എടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതിനുശേഷം ഇവർക്ക് എന്തുകൊണ്ടാണ് റെസ്പോൺസിബിലിറ്റി ഇല്ല? അത് കഴിഞ്ഞപ്പോഴത്തേക്കും തല്ലിച്ചതയ്ക്കുകയാണ് ആൾക്കാരെ ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് ചെയ്യുന്നു? ഇതൊന്നും എന്തുകൊണ്ട് ഈ പുള്ളിക്ക് പറയാനൊന്നുമില്ല?
നിങ്ങൾ ഇതിനെപ്പറ്റിയും സംസാരിക്കുക. നിങ്ങളൊരു ഇലക്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് കയറുമ്പോഴത്തേക്കും അവരുടെ അക്കൗണ്ടബിലിറ്റി, ഒരു മിനിസ്റ്റർ കയറി ചെല്ലുമ്പോഴത്തേക്കും അവരുടെ അക്കൗണ്ടബിലിറ്റി, അവർക്ക് വലിയ വലിയ ഫോർച്യൂണർ വണ്ടിയിലും അല്ലെങ്കിൽ വലിയ വലിയ വണ്ടികളിലും ഭയങ്കര എസ്കോർട്ടോട് കൂടി പോകാനറിയാം. അതിന് വേണ്ടി തന്നെ എന്തോരം പൈസ മുടക്കുന്നത്. ആ പൈസ മതി ഒരു സർക്കാർ സ്കൂളിൽ നല്ലൊരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടും. അതെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അത് നിങ്ങളെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതെന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? ബാക്കിയൊക്കെ നമുക്ക് മുന്നോട്ട്. നമ്മൾ വലിയ രീതിയിൽ പാടിപ്പുകഴ്ത്തുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ കോട്ടങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എന്നല്ല, ഏതൊരു സിസ്റ്റത്തിലും തെറ്റുകൾ പറ്റാം. സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മളൊരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോ ഇവിടെ വിദ്യാർത്ഥികളുടെ ആശങ്ക ന്യായമാണ്. ആ ആശങ്കയ്ക്ക് എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്? ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് വിദ്യാർത്ഥികൾക്ക് ഒരു ഉറപ്പാണ് സത്യത്തിൽ ഇവിടെ വേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ അധികാരത്തിൽ വന്നാലും അല്ലെങ്കിൽ മറ്റൊരാൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നാലും നമുക്കിവിടെ വേണ്ടത് എന്താണ്? ശാശ്വത പരിഹാരമാണ്. ശാശ്വത പരിഹാരം എന്താണ്? വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ചോദ്യ പേപ്പർ ചോർച്ച പോലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന ഉറപ്പാണ്. ഇനി അഥവാ ഇനി ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായാൽ എങ്ങനെ അവിടെ പരിഹരിക്കാം? എക്സാം ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യുന്നതിന് പകരം എങ്ങനെ അവിടെ ശാശ്വതമായ ഒരു പരിഹാരം കൊണ്ടുവരാം എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണേണ്ടത്, അല്ലെ? ഒരു ഡിസിഷൻ ഉണ്ടാവേണ്ടത് ആ കാര്യത്തിലാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് കൊണ്ടോ ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് ഇപ്പോ കോടിക്കണക്കിന് രൂപ അവരുടെ കുടുംബത്തിന് കൊടുത്തത് കൊണ്ടോ ഇതിന് ശാശ്വത പരിഹാരമാവില്ല. ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണത്. അപ്പൊ ശാശ്വത പരിഹാരം അതല്ല. ധർമ്മേന്ദ്ര പ്രധാൻ മാറി മറ്റൊരാൾ അവിടെ മന്ത്രിയായിട്ട് വന്നാലും ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു എക്സാം ഇതിന്റെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന സിസ്റ്റം, ഇത് ആരുടെയൊക്കെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നത്, ആരാണ് പരീക്ഷ നടത്തിക്കുന്നത്, ആരാണ് ചോദ്യ പേപ്പറുകൾ കൈകാര്യം ചെയ്യുന്നത്, അവിടെ നിന്ന് ഇത് ലീക്ക് ആകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഇനി അഥവാ ലീക്ക് ആയാൽ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യാം, ഇവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. ഇവരിപ്പോൾ പറഞ്ഞത് ഒരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. എന്തുകൊണ്ട് എങ്ങനെ ഇത് പേപ്പർ ലീക്കുകളും കാര്യങ്ങളും ഉണ്ടാകുന്നു, അതല്ലേ എങ്ങനെ അത് തടയാമെന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഒരാൾക്ക് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ കഴിവുകളുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ കഴിവുകളുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന് അങ്ങനെ ഒരു കഴിവില്ല. പുള്ളി അതെന്തുകൊണ്ട് നടക്കുന്നു, എന്താണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് പുള്ളിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളിനെ മാറ്റാൻ വേണ്ടി പറയുന്നത്. അപ്പം ആ കഴിവുള്ള വ്യക്തികൾ, അങ്ങനെ കഴിവുള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയറ്റിയിരുത്തുക. അതല്ലാണ്ട് പുള്ളി അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ പുള്ളിക്ക് അറിയാൻ മേലാത്തൊരു കാര്യം പുള്ളിയെ കൊണ്ട് വീണ്ടും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്ന് പറഞ്ഞാൽ പുള്ളി ഒരു തുമ്പിയാണ്. പുള്ളിയെ കൊണ്ട് പറ്റുന്ന കല്ലുകൾ പുള്ളിയെ കൊണ്ട് എടുപ്പിക്കുക. അല്ലാണ്ട് വലിയ പറയുന്ന പാറക്കല്ലുകളോ അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണമൊന്നും പുള്ളിയെ കൊണ്ട് എടുക്കാനുള്ള കപ്പാസിറ്റി പുള്ളിക്കില്ല. അപ്പോൾ പുള്ളി ആയതുകൊണ്ടാണ് പുള്ളി മാറ്റണമെന്ന് പറയുന്നത്. പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പുള്ളിയുടെ വേറെ മറ്റുള്ളെന്തെങ്കിലും ഒരു പോസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്യട്ടെ. അതല്ലാണ്ട് ഈ കാര്യങ്ങളിലേക്ക് പുള്ളിയെ വലിച്ചെടുപ്പിക്കാതെ പുള്ളിയെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പുള്ളിക്ക് കൊടുക്കുക. പുള്ളിക്ക് ഇത് സോർട്ട് ഔട്ട് ചെയ്യാനോ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്ത എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും പുള്ളിക്ക് ആ ഒരു സജഷൻ പറയാനോ ഉള്ള യാതൊരു കഴിവോ കപ്പാസിറ്റി പുള്ളിക്കില്ല. പിന്നെ പുള്ളി എങ്ങനെ നടത്തും മുന്നോട്ട്? അപ്പം നിങ്ങൾ പറയുന്നതിനകത്ത് ഞങ്ങൾ യോജിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തിനകത്ത് യോജിക്കുന്നുണ്ട്. പുള്ളിക്ക് എന്താണോ ഇതിനകത്ത് വന്നേക്കുക തെറ്റ്, ആ തെറ്റിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ തെറ്റിനെ സോർട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടുപിടിക്കാനും അതിന് എന്തൊരു സൊല്യൂഷൻ എടുക്കാമെന്ന് അറിയാനും പറ്റുന്ന അതിന് കഴിവുള്ള വ്യക്തികൾ വേണം. അവരെ ലീഡ് ചെയ്യാനൊരു ലീഡർ വേണം, നല്ലൊരു ലീഡർ വേണം. ആ ലീഡർ ഉണ്ടെങ്കിൽ അവർക്കത് മുന്നോട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ലീഡറിന് വേണ്ടിയിട്ടാണ് പുതിയൊരു നല്ലൊരു ലീഡർ. അതല്ലെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ എന്തൊക്കെ ആൾക്കാരാണോ അങ്ങനെയുള്ള ഇങ്ങനെയെല്ലാം ഉള്ള ആൾക്കാരെല്ലാം മാറ്റണം. കഴിവില്ലാത്ത എല്ലാ വ്യക്തികളെയും മാറ്റണം, കഴിവുള്ള വ്യക്തികളെ വെക്കണം. അപ്പം നമ്മൾ സെലക്ഷൻ ചെയ്ത് വിട്ടു അല്ല എലക്ഷൻ ചെയ്ത് വിട്ടത് കൊണ്ട് പിന്നെ 5 കൊല്ലത്തേക്ക് എങ്ങനെയും സഹിച്ചേ പറ്റൂ എന്നുള്ള പാറ്റേണിലേക്ക് പോകാതെ നിങ്ങൾ ബാക്കി മുന്നോട്ട് വെക്കാം. ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. പകരം മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലൂടെ ഇത് വഴിതിരിച്ചു വിട്ടിട്ട് മോദി ഭരണകൂടത്തിനെ താഴെ ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ശ്രമിക്കുന്നത്. റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്തൊരു വാർത്താ പ്രാധാന്യമാണ് ഇതിന് കൊടുക്കുന്നത്. BBC ഒക്കെ മിനിറ്റിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ദാ മോദിയുടെ വീട്ടിന്റെ മുമ്പിലെത്തി, പ്രിയങ്ക ഗാന്ധി എത്തി എന്ന് പറഞ്ഞിട്ട് മിനിറ്റിന് നമ്മുടെ ഹൈഡ്രജൻ ട്രെയിനിനെ കുറിച്ചോ വിക്രം 1നെ കുറിച്ചോ നമ്മുടെ നേട്ടങ്ങളെ കുറിച്ചോ യാതൊരു വാർത്തയും കൊടുക്കാത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ല, നമുക്കിട്ട് പണി തരാണ്. ഈ സെയിം ചോദ്യം ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ. ഈ പ്രൊട്ടസ്റ്റ് നടന്നിട്ട് ഇത്രയും ദിവസമായി, ഇത്രയും നാളായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ചാനൽസ് അല്ലെങ്കിൽ നാഷണൽ ചാനൽസ് ആയിട്ടുള്ള എത്ര ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്?
അപ്പോൾ പണി നമുക്കിട്ടും കിട്ടുന്നില്ലേ? ഇന്ത്യയിലിരുന്നുകൊണ്ട് തന്നെ, ഇന്ത്യയിലെ ഇത്രയും ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്രയും വ്യൂവേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ സ്വന്തമായിട്ടിരിക്കുന്ന അകത്തിരിക്കുന്ന നാഷണൽ ചാനൽസ് നമുക്കിട്ടും പണി തരികയല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ചാനലുകൾ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സിനെ പറ്റി നടക്കുന്നതിനെ പറ്റിയോ യാതൊരു കാര്യങ്ങളും കാണിക്കാണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ചാനൽ നമുക്കിട്ട് പണി തരികയല്ലേ? അപ്പം ജനങ്ങൾക്കിട്ട് പണി തരികയല്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? അതും കാണും, അതും കൂടെ കാണും മച്ചാനെ. നിങ്ങളെന്തുകൊണ്ട് അത് നോക്കുന്നില്ല? എനിക്കറിയില്ല ഇത് ആരാ സംസാരിക്കുന്നത്. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഞാനും പറയുകയാണ്. നിങ്ങൾ കേൾക്കാൻ പറ്റുന്നതെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും മുന്നോട്ട് കേൾക്കാം നമുക്ക് ബാക്കിയുടെ. ഇന്ത്യയെ താഴെ ഇടണം എന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ വളർച്ച തടയണം എന്നുണ്ടെങ്കിൽ നമ്മളെ തമ്മിലടിപ്പിക്കുക രാജ്യത്തിനകത്തിട്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുക. വെളിയിൽ നിന്ന് ചൈനയോ പാകിസ്ഥാനോ ഒന്നും വരണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെ തമ്മിലടിപ്പിച്ചാൽ മതി. അങ്ങനെയാണല്ലോ ബ്രിട്ടീഷുകാർ കുറെ കാലം ഇവിടെ ഭരിച്ചതും. രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ. അങ്ങനെയാണ് അവരിവിടെ അധികാരം ഉറപ്പിച്ചത്. അതുപോലെ ഗവൺമെന്റില് ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുക, ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപകർക്ക് രാജ്യത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കുക. ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ നിർബന്ധത്തിന് വഴങ്ങി, സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ ഇത് സംഭവിക്കാൻ പോവാണ്. അത് മോദി എന്നല്ല, ആര് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും. നാളെ ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്ന BJPയോ ആം ആദ്മി പാർട്ടിയോ അല്ലെങ്കിൽ മറ്റ് അന്നത്തെ പ്രതിപക്ഷ പാർട്ടികളോ വിചാരിച്ചാൽ ഇതുപോലെ സമരം ചെയ്യാൻ പറ്റില്ലെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പൊ ഇതൊരു റോങ് ആയിട്ടുള്ള ഒരു മൂവാണ്. ഇത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇതല്ല അധികാരത്തിൽ വരാനുള്ള ശരിയായ വഴി. താങ്കളിപ്പോൾ പറയുന്നു ഡിവൈഡ് ആൻഡ് റൂള്. പണ്ട് പല വ്യക്തികളും പല നേതാക്കളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഡിവൈഡ് ആൻഡ് റൂള് എന്നുള്ളൊരു പാറ്റേൺ. അതായത് അതിനെ നമുക്ക് ഏതെങ്കിലും ഒരു വലിയൊരു സമൂഹത്തിനെ നമുക്ക് തകർക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഡിവൈഡ് ചെയ്യുക. അത് ഇന്ത്യയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം, ഈ ഇലക്ഷൻ സമയത്ത് നടത്തുന്ന ഈ മതപ്രചാരണങ്ങളോ വർഗീയവാദങ്ങളോ അത് ഡിവൈഡ് ആൻഡ് റൂളല്ലേ? അപ്പം അന്നേരം അത് എന്തുകൊണ്ട് ചെയ്യുന്നു? പുറത്തുനിന്നല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തെ ചാനലുകളോ പുറത്തെ മറ്റ് രാജ്യക്കാരോ അവർ അതിനേക്കാളൊക്കെ പ്രശ്നങ്ങളായിട്ടുള്ളവർ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി മറ്റു വഴികൾ എന്നൊക്കെ പറയുന്നത് ഭരണം പിടിച്ചെടുക്കാൻ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർഗീയവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാവിയുടെ ഇന്ത്യയുടെ നല്ല ഭാവിക്ക് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യാതെ വർഗീയവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു ഭരണം പിടിച്ചെടുത്തേക്കുന്ന ആൾക്കാരെ പറ്റി നിങ്ങളപ്പോൾ എന്ത് പറയും? എന്തോരം പാലങ്ങൾ, എന്തോരം റോഡുകൾ, എന്തോരം കെട്ടിടങ്ങൾ, എയർപോർട്ട് തൊട്ട് ഇനിയും ഇടിഞ്ഞു വീഴാനൊന്നുമില്ല. അതുപോലെ എല്ലാം ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്വാളിറ്റി ആയിട്ടുള്ള യാതൊരു സാധനം ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇതൊന്നും കാണിക്കാനില്ലാണ്ട് വെറുതും വർഗീയവാദങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മതങ്ങളെ തമ്മിൽ തല്ലിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജയിച്ച് കയറി വരുന്ന വ്യക്തികളെ പറ്റി നിങ്ങളപ്പോൾ എന്ത് പറയും? അവരെ നിങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് അതീവ കാര്യങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? അപ്പോൾ നിങ്ങൾ ഏകാധിപക്ഷമായിട്ടല്ല നിങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ സംസാരിക്കണം, എല്ലാം സംസാരിക്കണം, 4 വശത്തുനിന്ന് സംസാരിക്കണം. ആർക്കും പിടികൊടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആർക്കും സപ്പോർട്ട് ചെയ്യാത്തുള്ള ന്യൂട്രലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് നല്ലത് വരുന്ന, അതിപ്പം കോൺഗ്രസ് വന്നാലും BJP വന്നാലും ആം ആദ്മി പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ കയറണം. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇവിടെ കയറാൻ. അതല്ലാണ്ട് സ്വയമായിട്ട് കസേരയിലിരിക്കണമെങ്കിൽ ഒന്നും ചെയ്യണ്ട. കസേര പോകാതിരിക്കണമെങ്കിൽ ഒറ്റ പണി ചെയ്താൽ ജനങ്ങളെ സേവിക്കുക. ജനങ്ങളെ സേവിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കസേരയും പോകത്തില്ല, യാതൊരു കാര്യങ്ങളും പോകത്തില്ല. മറ്റുള്ള രീതിയിൽ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ചെയ്യാണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തു വെച്ചിട്ട് ജനങ്ങളെ കസേര പോകാതിരിക്കാൻ വേണ്ടി പിടിക്കുന്ന ഈ ഒരു കള്ളക്കളികൾ അത് പുറത്തു വരണം. വേണ്ടേ? അപ്പം നിങ്ങൾ ഇത്രയും പറഞ്ഞത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നിങ്ങളുടെ മനസ്സിനകത്ത് ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇതും കൂടെ ഒക്കെ ചിന്തിച്ച് പറയാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള കാര്യം ഒരു ചോദ്യമാണ്. മുന്നോട്ട് കേൾക്കാം എന്തായാലും ബാക്കിയുടെ. ജനാധിപത്യപരമായി ജനങ്ങളുടെ വിശ്വാസം നേടിക്കൊണ്ട് അധികാരത്തിലെത്താൻ സാധിക്കുമെന്നിരിക്കെ വളഞ്ഞ വഴിയിലൂടെ പോകുന്നത് ഇന്ത്യയുടെ ഭാവിക്ക് ഗുണം ചെയ്യില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്കൾ ഈ അവസാനം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ജനാധിപത്യത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു വേണം ഒരു രാഷ്ട്രീയക്കാരൻ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാഷ്ട്രീയക്കാരൻ നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പല പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. ഈ പറഞ്ഞ ജനങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഇത്രയും പ്രൊട്ടസ്റ്റ് എല്ലാം നടക്കുന്നു, ഇത്രയും കാര്യങ്ങളെല്ലാം തല്ലി തകർത്തുമെല്ലാം പോയി ജനങ്ങൾക്കും പ്രയോജനമില്ല. ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് എത്രയോ പേർക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പട്നയിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ ഇഷ്ടം ഓടിച്ചിട്ടടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തിനാ വെറുതെ ഈ ഒരു ദുഷിച്ച പേരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം മുന്നോട്ട് വരുന്ന നാളുകളിലെങ്കിലും ഈ വക കോൺസെപ്റ്റൊക്കെ മാറിയിട്ട് നല്ലൊരു പാർട്ടി വരട്ടെ. എനിക്കിപ്പം പൊതുവെ പറഞ്ഞാൽ ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. കാരണം ഏത് പാർട്ടി കയറിയാലും ഈ ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം
മുന്നോട്ട് വരുന്നതിനകത്ത് നല്ലൊരു ലീഡറും നല്ലൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് ആൾക്കാർ കയറി വരണം. ഈവൻ ഉള്ളവരൊന്ന് നന്നായാൽ തന്നെ മതി. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിലുള്ളവരാണെങ്കിൽ അവരോട് നന്നായി ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന രീതിയിലുള്ളൊരു തീരുമാനം അവരെടുത്താൽ മതി. പാർട്ടികളെല്ലാം നല്ലതാണ്, പക്ഷേ നമുക്ക് വിശ്വാസം തകർന്ന് നിൽക്കുകയാണ്. കാരണം പാർട്ടിയുടെ അജണ്ടകൾ നല്ലതായിരിക്കാം, പക്ഷേ ആ വിശ്വാസം നമ്മളെ തകർത്ത് നിർത്തിയേക്കുന്ന ഒരു അവരുടെ മേലിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് അയക്കുകയാണ്. മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ ഇവരൊക്കെ നന്നാവട്ടെ. ഇതൊക്കെ നടന്ന് ഒരുപാട് പുതിയ പാർട്ടി വരുന്നതിനോടൊന്നും എനിക്കും യോജിപ്പില്ല. കാരണം ഓരോ പാർട്ടി വരുമ്പോഴത്തേക്കും, ഓരോരോ പുതിയ പാർട്ടി വരുമ്പോഴത്തേക്കും അവരെയും അപ്പം കോമ്പറ്റീഷൻ കൂടത്തല്ലേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാണ് കോമ്പറ്റീഷൻ കൂടത്തേ ഉള്ളൂ. ഉള്ള പാർട്ടിക്കാരൻ നന്നായാൽ മതി, നന്നായി കണ്ടാൽ മതി. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന 10 പേരെങ്കിലും ഉള്ളൊരു പാർട്ടി ആയി വന്നാൽ മതി. 10 പേരുടെ 10 MLA-മാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ, ഇപ്പം വിജയുടെ പാർട്ടി പോലെ ഇപ്പം പുള്ളി ഓക്കെയാണ്. മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ എന്താവുമെന്ന് അറിയില്ല. എനിവേ, ഇങ്ങനെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന പാർട്ടിയായിട്ട് മുന്നോട്ട് കയറി വരാം. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് ഞാനും പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ശരി, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞാനിപ്പോൾ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാനീ ചെയ്തത് നല്ലതാ, മുന്നോട്ടിത് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നല്ലതല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർ ഇതിനെപ്പറ്റി ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇതിനനുസരിച്ച് ചിന്തിക്കണമെന്ന് നിങ്ങൾക്ക് ആശയമുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ എന്തായാലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുന്നതിൽ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ചോദ്യം ചെയ്യുക. അത്രയും ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതെല്ലാം ഞാൻ ചെയ്തത് കൊണ്ട് എല്ലാം നന്നാക്കാമെന്നോ എല്ലാം നന്നാവുമെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കുമില്ല. പക്ഷേ നമ്മളാൽ കഴിയുന്ന എഫോർട്ട് നമ്മൾ എടുക്കുക, ഇത്രേ ഉള്ളൂ. അപ്പം അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ല എന്നോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം ശരി, പിന്നീട് എപ്പോഴേലും കാണാം. നോക്കട്ടെ, വേറെ വീഡിയോ എല്ലാം കിട്ടാനുണ്ടെങ്കിൽ, ഇങ്ങനെ നല്ല വീഡിയോ എല്ലാം നമ്മൾ സംസാരിക്കേണ്ടത്, അതായത് തെറ്റായ ഒരു ആശയത്തിലേക്ക് പോകുന്ന രീതിയിൽ തോന്നുവാണെങ്കിൽ, തെറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റേതായ ആശയം പറയുന്നു, അവരവരുടെ ആശയം പറയും. ഇതിൽ ഏതാണോ നല്ലതെന്ന് ഈ കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒരു പക്ഷെങ്കിൽ ചിലപ്പം ഈ വീഡിയോ ഉണ്ടാക്കിയ ആൾക്ക് തന്നെ ഒരു മനംമാറ്റം വന്നെന്നും വരാം. എനിക്ക് എന്തായാലും ഇതിനകത്തുനിന്നൊരു മാറ്റം വരുന്നില്ല. ഈ പറഞ്ഞ വ്യക്തി ഈ വീഡിയോ ഞാനിപ്പോൾ ആരെയാണ് എടുത്ത് ചെയ്തേക്കുന്നത്, അവർക്ക് ചിലപ്പോൾ ഒരു വ്യത്യാസം വരുവാണെങ്കിൽ നല്ലതല്ലേ. സോ എനിവേ, നോക്കാം.